ഇത് കണ്ടോ, ഞങ്ങളുടെ മുരിങ്ങ പൂത്ത് നിൽക്കുന്നതാണ്. ഇന്ന് ഒരു കൗതുകം തോന്നി മുരിങ്ങപ്പൂ കൊണ്ട് തോരൻ വയ്ക്കാമെന്ന്. അത് പറിച്ചു കൊണ്ടുവന്ന് വെള്ളത്തിലിട്ട് നന്നായി അലമ്പിയെടുക്കണം. അതായത് താഴെ വീണതും പറക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതിനോടൊപ്പം തന്നെ നല്ല ചക്കക്കുരുവും കൂടി ചേർക്കണം. ചക്കക്കുരുവിൻ്റെ തൊലി ഇത്രയും കളഞ്ഞാൽ മതി, മുഴുവൻ തൊലിയും കളയണ്ട. ഇത് നല്ല ഔഷധ ഗുണമുള്ളതെന്നാണ് പറയുന്നത്. അത് കുരുകുരാന്ന് നുറുക്കിയെടുക്കണം. എണ്ണ അടുപ്പത്ത് വെച്ച്, വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് പാകമാകുമ്പോൾ അതിനകത്ത് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇടുക. നന്നായി ചൂടായി വരണം വെളിച്ചെണ്ണ. കടുകിട്ടു അല്പം. അത് പൊട്ടി വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ കഷ്ണമായി ചെറിയ കുരുകുരാന്ന് നുറുക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു അതിൻ്റെ കൂട്ടത്തിലിട്ടു. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തുക്കണം. ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പാകത്തിന്. ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുത്തു. നന്നായി ഒന്ന് ഇളക്കി അത് യോജിപ്പിച്ചെടുക്കണം. ചക്കക്കുരുവിലൊന്ന് പിടിച്ച് വരട്ടെ. നന്നായി അത് യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അത് വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് നല്ല അതിൻ്റെ മൂടിപ്പാത്രം ഉപയോഗിച്ച് അടച്ചു വെച്ച് ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കുക. വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. ആ സമയം കൊണ്ട് അരപ്പരച്ചെടുക്കാം. തേങ്ങയും ചുവന്നുള്ളിയും 2 പച്ചമുളകും ചേർത്ത് തേങ്ങയൊന്ന് പതുക്കെ ഒതുക്കി കൊണ്ടുവരാം. ഒരുപാട് അരയേണ്ട. അതാ ഈ പാകത്തിലൊന്ന് ഒതുക്കി വന്നാൽ മതി. കാരണം നമ്മുടെ പൂവിന് അതിന് മാത്രം വേവില്ല. അതുകൊണ്ടാണ് അത് ഒപ്പമാക്കിയത്. ചക്കക്കുരു ഇതാ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. ഇനിയാണ് നമ്മുടെ മുരിങ്ങപ്പൂ അതിനകത്തിട്ട് കൊടുക്കണേ. ഒരു ചെറിയ സവോളയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ. മുരിങ്ങയുടെ പൂ ഇട്ടു, സവോളയും കൂടി ചേർത്ത്. എന്ത് സാധനം ഇങ്ങനെ പൂക്കളായാലും ഇലകളായാലും അതിനധികം വേവില്ല. അതുകൊണ്ട് അതെല്ലാം ഒന്ന് യോജിപ്പിച്ച് വെച്ച് അതോടൊപ്പം തന്നെ ഇതുപോലെ ഒന്ന് പൊത്തി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് നന്നായി ഒന്ന് പൊത്തി വയ്ക്കുക. പൊത്തി വെച്ച് 1 മിനിറ്റ് നേരം ഒന്ന് മൂടി ഉപയോഗിച്ച് അടച്ചു വെച്ചാൽ മതി. അധിക സമയം ഇനി അത് അടുപ്പത്തിരുന്ന് ആ പൂക്കളുടെ ഗുണം നഷ്ടപ്പെടാൻ പാടില്ല. മുരിങ്ങപ്പൂവിൻ്റെ ഗുണം അധികം വെന്താൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. മൂടി ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെച്ചു. 1 മിനിറ്റ് ധാരാളം മതി. ഇതാ നമുക്കൊന്ന് ഇളക്കി നോക്കാം. മൂടി തുറന്ന് അതിളക്കി എല്ലായിടത്തും ഒന്ന് യോജിപ്പിക്കുകയാണ് തേങ്ങ. ഇത്രയും ധാരാളം മതി. ഇനി അതിൽ കൂടുതൽ അതവിടെ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ മുരിങ്ങപ്പൂവിൻ്റെ എല്ലാ ഗുണങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി ആയതുകൊണ്ട് അത് അവിടെ കിടന്നുകൊണ്ട് തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അവിടെ കിടന്നത് നന്നായി മുരിഞ്ഞ് പാകമായിക്കോളും. ഞാൻ തീ ഓഫ് ചെയ്തു. സ്വാദിഷ്ടമായിട്ടുള്ള ഇലക്കറിയാണെന്നോ പൂ കൊണ്ടുള്ള കറിയാണെന്നോ ഇത്.